ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴത്തട കൊണ്ട് ഉണക്കമീൻ കറി വയ്ക്കാൻ പോവുകയാണ്. വാഴത്തട കൊണ്ട് അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വലയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഒരു വല ഒന്നുമില്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വലയെല്ലാം കളഞ്ഞ് വാഴത്തട അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലിടാനായിട്ട് തക്കാളി, സവാള, കറിവേപ്പില, പച്ചമുളക്, ഇത് ഇത്രയും ഉണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ഉണക്കമീൻ ചാള ഉണക്കിയാണ്. അപ്പോൾ നമുക്കത് ഉണക്കക്കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള, വാഴത്തടയിട്ട് എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിതിലേക്ക് നമ്മുടെ വാഴത്തട പിന്നെ ഉണക്കമീനും വാഴത്തടയും കൂടെ ചേർത്ത് കറി വയ്ക്കുകയാണ്. പച്ചരച്ചാണ് വെക്കുന്നത്. അപ്പോഴതിനാവശ്യമായത് തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങ് വടി അരയരുത്, എന്നാൽ അരയാതിരിക്കുകയും ചെയ്ത് ആ പരുവത്തിലാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി കടുക് വറുക്കാനായിട്ട് ഞാൻ അരിഞ്ഞത് വറ്റൽ മുളക്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലരെല്ലാം ചോദിക്കാറുണ്ട്, നമ്മൾ ഈ കടുക് എന്തിനാണ് ഈ തീയല ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് കടുക് വറുത്ത് വറ്റൽ മുളക് വിട്ടെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ടു, സവാള. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉണക്കമീൻ ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വാഴത്തട അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടതാണ്, അത് പിഴിഞ്ഞത് ഒരു ശകലം അതിലേക്ക് ഒഴിക്കാം. പച്ചമീനിൽ ചേർക്കുമ്പോൾ ചേർക്കണ്ട. പച്ചമീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചില മീനുകൾക്കെല്ലാം പുളി മുന്തി നിൽക്കണം, പക്ഷേ ഇത് അങ്ങനെ വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു മൂടി കൊണ്ട് അടയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്ക മീനിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ ഉണക്കമീൻ കറി, വാഴത്തട കൊണ്ടുണ്ടാക്കിയ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നെയ്യെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് സുഖമില്ലാതെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസം വന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതുവരെ ടാറ്റാ.